മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അള്ളാഹു തന്ന കുടുംബം, മക്കൾ, ഇവരെ കൊണ്ട് എനിക്ക് നരകം കിട്ടിപ്പോകുമോ എന്ന ഭയം എപ്പോഴും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കണം. പലപ്പോഴും 14 ദിവസത്തെ നാട്ടിലെ ലീവിനേക്ക് വന്ന പ്രവാസി സംഗമം കേരളത്തിലെ, അങ്ങനെ പറഞ്ഞാൽ ആകെ മൂപ്പർക്ക് 14 ദിവസത്തെ ലീവേ ഉണ്ടാവുള്ളൂ. ആ 14 ദിവസത്തെ ലീവ് കേരളത്തിലെ 14 ജില്ലകളിലെ പ്രധാന സ്ഥാപനങ്ങളിലെ പ്രവാസി സംഗമത്തിന് പങ്കെടുക്കാനാകുമ്പോൾ 2 കൊല്ലമായി കാത്തിരിക്കുന്ന ഭാര്യ നിരാശയുടെ ലോകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് ഭയങ്കര നന്മയാണെന്നൊന്നും വിലയിരുത്താൻ പറ്റൂല. പ്രത്യക്ഷത്തിൽ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഭയങ്കര നന്മ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ നന്മ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അഥവാ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എന്ന വാപ്പയെക്കുറിച്ച് മകൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പ്രൗഢമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലൊരു ചർച്ചയുണ്ട്. സമൂഹത്തിന് പ്രവർത്തിക്കുന്ന പല പ്രതിഭകളുടെയും മക്കൾ എന്താണ് പ്രതിഭകളാവാത്തത് എന്നാണ് ആ ചർച്ചയുടെ കാമ്പ്. ചോദ്യം ഇങ്ങനെയാണ്: സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല പ്രതിഭകളുടെയും, അതിൽ ആലിമീങ്ങളടക്കം ഉണ്ടാവും, മക്കൾ എന്താണ് ആലിമീങ്ങളും ബുദ്ധിരാക്ഷസന്മാരും പ്രതിഭകളും ആയിത്തീരാത്തത് എന്നൊരു ചർച്ചയാണ് അതിൽ കൊണ്ടുവരുന്നത്. അതിന് മഹാൻ തന്നെ മറുപടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാലത്ത് ആ തിരക്കുകൾക്കിടയിൽ സ്വന്തം മക്കളെ നോക്കാൻ അവർ മറന്നുപോവുകയോ സമയമില്ലാതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ശരി. ആ ശരിയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മൾ പോകണം. എന്താണ് പരിഹാരം എന്ന് പറയുന്നത്? നമ്മൾ സന്തോഷമുള്ളവരാവുമ്പോൾ തന്നെ സന്തോഷിപ്പിക്കുന്നവരാവാനും കൂടി ശ്രമിക്കണം. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, വേറൊരാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ.